നമസ്കാരം, എല്ലാവർക്കും ജോബ് റൂൾസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നോട്ടിഫിക്കേഷൻ പറയാൻ പോകുന്നത് അഫ്കാറ്റ് റിക്രൂട്ട്മെന്റ് 2021 റിഗാർഡ് ചെയ്തിട്ടാണ്. ഇന്ത്യൻ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ്, ഇതാണ് അഫ്കാറ്റ്. ഈ അഫ്കാറ്റ് വഴി നിങ്ങൾക്ക് നിയമനം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഓഫീസർ റാങ്കിലേക്കുള്ള പോസ്റ്റിലായിരിക്കും നിയമനം ലഭിക്കുക. ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്കും ഗ്രൗണ്ട് ഡ്യൂട്ടിയിലേക്കും രണ്ടിലേക്കും വേണ്ടിയിട്ട് ഓഫീസേഴ്സിനെയാണ് വിളിച്ചേക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഡിഗ്രി കഴിഞ്ഞ് എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രൊവൈഡഡ് നിങ്ങൾ ഇവർ ഈ പറയുന്ന ഏജ് ലിമിറ്റ് ഉള്ളവരായിരിക്കണം, എന്നാൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഡിസംബർ 1 മുതൽ ഡിസംബർ 30 വരെയാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. ആൻഡ് ഇതിന് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റുകളുണ്ട്, ഫ്ലൈയിങ് ബ്രാഞ്ചിലും ഗ്രൗണ്ടിലും. ഇതിൻ്റെ എക്സ്പെക്റ്റഡ് എക്സാമിനേഷൻ ഡേറ്റ് ഫെബ്രുവരി 20-21 ഈ 2 ഡേറ്റ്സ് ആണ് എക്സ്പെക്ട് ചെയ്ത് പറയുന്നത്. ആൻഡ് ഈ നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് തന്നെ ഞാൻ ഈ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ബുക്സും പറഞ്ഞുതരാം. 2 ടൈപ്പ് ഓഫ് എൻട്രി പറയുന്നുണ്ട്. അഫ്കാറ്റ് എൻട്രൻസ് വഴിയും എൻട്രി പറയുന്നുണ്ട്, NCC സ്പെഷ്യൽ എൻട്രിയും പറയുന്നുണ്ട്. അഫ്കാറ്റ് എൻട്രൻസ് വഴിയാണെങ്കിൽ ഫ്ലൈയിങ്ങിൽ 69 സീറ്റാണ്. ഫ്ലൈയിങ് ബ്രാഞ്ച് ഷോർട്ട് സർവീസ് കമ്മീഷൻ ആണ് പറഞ്ഞേക്കുന്നത്. അതായത് 10 മുതൽ 14 അത്രയൊരു കാലയളവിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് റിട്ടയർമെൻ്റ് ആകും. അതായത് എന്തായാലും പിന്നെ ഫോഴ്സിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ഫ്ലൈയിങ് ബ്രാഞ്ച് ആണെങ്കിൽ. ഗ്രൗണ്ട് ഡ്യൂട്ടി ആണെങ്കിൽ ടെക്നിക്കലും ഉണ്ട്, നോൺ ടെക്നിക്കലും ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള വേക്കൻസീസ് ആണ് പറഞ്ഞേക്കുന്നത്. ഈ AE എന്ന് പറഞ്ഞാൽ എയറോനോട്ടിക്കൽ ആണ്. എയറോനോട്ടിക്കൽ L എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സിൻ്റെയും M എന്ന് പറഞ്ഞാൽ മെക്കാനിക്കലിൻ്റെയും വേക്കൻസീസ് ആണ് കൊടുത്തേക്കുന്നത്. ഇത് നോൺ ടെക്നിക്കൽ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ബ്രാഞ്ച് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോജിസ്റ്റിക്സിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതിൽ എല്ലാത്തിലും തന്നെ മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. പെർമനന്റ് കമ്മീഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിട്ടയർമെന്റ് ഏജ് വരെ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ, നോർമലി ഉള്ള റിട്ടയർമെന്റ് ഏജ്. ഷോർട്ട് സർവീസ് ആണെങ്കിലാണ് 14 വർഷം വരെ, 10 വർഷം വരെ, പിന്നെ എക്സ്റ്റൻഷൻ 14 വരെ, അങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം ഫീമെയിൽസിന് എല്ലാ കാറ്റഗറിയിലും ഷോർട്ട് സർവീസ് കമ്മീഷൻ ആണ് കൊടുത്തേക്കുന്നത്. മെയിൽസിന് മാത്രമേ പെർമനന്റ് കമ്മീഷൻ അവൈലബിൾ ആയിട്ടുള്ള എയർഫോഴ്സിൽ. അടുത്തായിട്ട് നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം. ഏജ് ലിമിറ്റ് ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്കാണെങ്കിൽ 24 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ആൻഡ് ഗ്രൗണ്ട് ഡ്യൂട്ടിക്ക് ആണെങ്കിൽ 26 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് എയർഫോഴ്സിലൊന്നും നമുക്ക് ഒരു റിലാക്സേഷൻസ് അവൈലബിൾ അല്ല. കാസ്റ്റ് ബേസിസിലോ അല്ലെങ്കിൽ ഇൻകം ബേസിസിലോ ഒന്നും റിലാക്സേഷൻ അവൈലബിൾ അല്ല കേട്ടോ. അടുത്തതായിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പ്ലസ് ടു എന്തായാലും പഠിച്ചിരിക്കണം. 10 കഴിഞ്ഞിട്ട് ഡിപ്ലോമ പഠിച്ചവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പം മിനിമം +2 50% മാർക്ക് വേണം. മാത്സിനും 50 വേണം, ഫിസിക്സിനും 50 വേണം. അതിനുശേഷമാണ് നിങ്ങളൊരു ഗ്രാജുവേഷൻ എടുത്തിരിക്കേണ്ടത്. 3 വർഷത്തെ ഗ്രാജുവേഷൻ ആകാം, അതല്ല 4 വർഷം ആണെങ്കിലും കുഴപ്പമില്ല. BE ഓർ BTech ആണെങ്കിലും നോ ഇഷ്യൂ. ആ ഗ്രാജുവേഷനും നിങ്ങൾക്ക് 60% മാർക്ക് വേണം. ഇനി അതല്ല നിങ്ങൾ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കാണെങ്കിൽ നിങ്ങളുടെ +2 നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിസിക്സിനും മാത്സിനും മാർക്ക് 50% വേണം. അതിനുശേഷം ഗ്രാജുവേഷൻ എഞ്ചിനീയറിംഗ് വേണ്ടത് താഴത്തോട്ട് ഒരുപാട് ബ്രാഞ്ചസ് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നിങ്ങൾക്ക് ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കുള്ള എഞ്ചിനീയേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇത്രയും ABA ഈ പോസ്റ്റ് വരെയുള്ള ഏത് ട്രേഡ് നിങ്ങൾ പഠിച്ചതാണെങ്കിലും എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് AEM, അതായത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ആണെങ്കിൽ ആ ട്രേഡിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ BTech പഠിച്ചിരിക്കേണ്ട ബ്രാഞ്ചസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിലേത് ബ്രാഞ്ച് നിങ്ങൾ പഠിച്ചതാണെങ്കിലും നിങ്ങൾക്ക് ഈ പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കലിനെയാണ് വിളിച്ചിരിക്കുന്നത്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോജിസ്റ്റിക്. ഇതിന് +2 ശേഷം ഗ്രാജുവേഷൻ ഡിഗ്രി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 60% മാർക്ക് വേണം. BE ഓർ BTech അങ്ങനെ എടുത്തു പറഞ്ഞിട്ടില്ല. ഏത് ഗ്രാജുവേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ഈ നോൺ ടെക്നിക്കലിൻ്റെ പോസ്റ്റ്. സോ അക്കൗണ്ട്സിലാണെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ബ്രാഞ്ചസ് ഈ താഴത്തോട്ട് പറയുന്ന ബ്രാഞ്ചസിനാണ് അക്കൗണ്ട്സിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഡിഗ്രിയാണ് വേണ്ടതെന്ന്. അപ്പം ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏത് ഡിഗ്രിയും ഓക്കെ ആണ് കേട്ടോ. BE, BTech, BSc, BA, അതല്ല നിങ്ങൾ MBBS എടുത്തതാണെങ്കിലും യു ക്യാൻ അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്. ഫൈനൽ ഇയർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ റിസൾട്ട് 30 നവംബർ 2021 മുൻപേ വരും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആൻഡ് നിങ്ങൾക്ക് 60% മാർക്ക് കിട്ടുമെന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങളിപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ
ജോയിൻ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീ 250 രൂപയാണ്. NCC എൻട്രിക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഫീസും ഇല്ല. ബാക്കി എല്ലാവർക്കും തന്നെ 250 രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. അടുത്തതായിട്ട് ഹൈറ്റ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ഗ്രൗണ്ട് ഡ്യൂട്ടി ആണെങ്കിൽ 157 സെൻറ്റിമീറ്റർ, പിന്നെ അതല്ല ഫ്ലൈയിങ് ഡ്യൂട്ടി ആണ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ 162.5 സെൻറ്റിമീറ്റർ വരെ പൊക്കമുള്ളവർക്ക് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ചില സ്റ്റേറ്റ്സും ചില റീജിയൻസിൽ നിന്നുള്ളവർക്ക് ഹൈറ്റിനൊക്കെ റിലാക്സേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വായിച്ചു നോക്കാം. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ ആദ്യം AFCATൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അതിനുശേഷം SSBയുടെ ഇൻ്റർവ്യൂ ഉണ്ട്. അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ. ഈ 3 കടമ്പകളും കടന്നാൽ നിങ്ങൾക്ക് ഈ ജോലി ലഭിക്കുന്നതാണ്. ആദ്യം വരുന്നത് നമ്മുടെ AFCATൻ്റെ എൻട്രൻസ് ആണ്. അതിൻ്റെ അകത്ത് ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ്, പിന്നെ ഒരു മിലിറ്ററി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഓരോ സെക്ഷൻ വൈസ് എത്ര ക്വസ്റ്റ്യൻസ് വരുമെന്ന് പറഞ്ഞിട്ടില്ല. മൊത്തത്തിൽ 100 ക്വസ്റ്റ്യൻ കാണും, 300 മാർക്കായിരിക്കും. ഇത് എല്ലാ ട്രേഡുകാരും എഴുതേണ്ട എക്സാമിനേഷനാണ് AFCATൻ്റെത്. അതിനുശേഷം ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക്, ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് മാത്രം ഒരു ടെക്നിക്കൽ എക്സാമിനേഷനും കൂടെ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ ഡ്യൂറേഷൻ 45 മിനിറ്റ് ആണ്. ആൻഡ് 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 150 മാർക്കിലായിരിക്കും ടെക്നിക്കൽ ലെവലിലുള്ള എക്സാമിനേഷൻ നടത്തുക. സോ അതാണ് റിട്ടൺ എക്സാമിനേഷൻ. ഇപ്പോൾ റിട്ടൺ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽ സിലബസ് ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, ന്യൂമറിക്കൽ ആൻഡ് മിലിറ്ററി ആപ്റ്റിറ്റ്യൂഡ് എല്ലാത്തിൻ്റെയും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി SSC അല്ലെങ്കിൽ ബാങ്ക് ഇതിന് ഏതെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒട്ടും ടഫ് ഉണ്ടാകാത്ത ഒരു എക്സാമിനേഷനാണ്. നല്ല ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇവരുടെ എക്സാമിനേഷൻ്റെ സ്കോർ അധികം ഫൈനൽ സെലക്ഷൻ വരെ 10% 20% അത്ര എങ്ങാണ്ട് എടുക്കത്തുള്ളൂ ഈ മാർക്ക്. അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന SSBയുടെ ഇൻ്റർവ്യൂവും മെഡിക്കൽ എക്സാമിനേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിനധികം ഹൈ കട്ട് ഓഫും വരാറില്ല. ഓൾമോസ്റ്റ് ഈസി പേപ്പർ തന്നെയാണ്. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ അറിയാം. നിങ്ങൾ SSC CGLനോ അല്ലെങ്കിൽ ബാങ്ക് എക്സാമിനോ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇത് ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. കേരളത്തിൽ AFCATൻ്റെ എൻട്രൻസ് നടത്താൻ പോകുന്ന സെൻറ്റേഴ്സ് കണ്ണൂർ, കൊച്ചി, ട്രിവാൻഡ്രം, തൃശ്ശൂർ ഇത്രയും സ്ഥലത്താണ് AFCATൻ്റെ എൻട്രൻസ് നടത്താൻ പോകുന്നത്. അതിനുശേഷം SSBയുടെ ഇൻ്റർവ്യൂ എവിടെ വെച്ചായിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് പിന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനെ റിഗാർഡ് ചെയ്ത് പറയാനുള്ളത്. ഇനി ഞാൻ ബുക്സിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്യുന്ന ബുക്ക് ദിശ പബ്ലിക്കേഷൻ്റെ ബുക്കാണ്. ഇതൊരു ഗൈഡാണ് AFCATൻ്റെ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ളത്. ഇതിനകത്ത് എല്ലാ ടോപ്പിക്കും ഉണ്ട്. ഒരു സിംഗിൾ ബുക്കേ ഉള്ളൂ. എല്ലാ ടോപ്പിക്കും ഇതിൽ നിങ്ങൾക്ക് പഠിക്കാം. അതല്ല നിങ്ങൾ ഓൾറെഡി എന്തിനെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നവരാണ്, നിങ്ങളുടെ വേറെ ബുക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ SSCയുടെ ഒക്കെ ബുക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസിൽ, അതിൻ്റെ ഏതെങ്കിലും ബുക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് പഠിച്ചാലും മതി. ഇതിനൊക്കെ ഓൾമോസ്റ്റ് സെയിം സിലബസ് തന്നെയാണ് വന്നിരിക്കുന്നത്. സോ അതല്ല നിങ്ങൾ ഇതിനു വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്നതാണ്, ഇത് നല്ല ബുക്കാണ്, ഗൈഡാണ് AFCATൻ്റെ. ഇത് വാങ്ങിച്ച് പഠിക്കാം. ആൻഡ് ഏതൊരു എക്സാമിനേഷനും നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്തായാലും നോക്കിയിരിക്കണം. നിങ്ങൾക്ക് ഏതൊരത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ദിശ പബ്ലിക്കേഷൻ്റെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, സോൾവ്ഡ് പേപ്പേഴ്സ് ആണ് എല്ലാം തന്നെ. ഇത് വാങ്ങിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അരിഹന്തിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. ഈ ബുക്ക് നല്ലതാണ്, ഇത് പഠിച്ചാലും മതി. ഇപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്ത ബുക്സ് തന്നെ പഠിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നി ഏത് ബുക്കും പഠിക്കാം. ഇതല്ല ബുക്ക് വാങ്ങിക്കാതെ ഓൺലൈൻ മെറ്റീരിയൽ നോക്കി പഠിക്കാനാണെങ്കിൽ അങ്ങനെയും പഠിക്കാവുന്നതാണ്. ഞാനിപ്പോൾ പറഞ്ഞ 3 ബുക്സിൻ്റെയും വാങ്ങിക്കാനുള്ള ഓൺലൈൻ ലിങ്ക് ഞാൻ ചാനലിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. സോ ഇത്രയാണ് ഈ വീഡിയോ റിഗാർഡ് ചെയ്ത് പറയാനുള്ളത്. ഇതൊരു നല്ല ജോബാണ്, നല്ല ഓപ്പർച്യൂണിറ്റി ആണ്. ആരും മിസ്സാക്കാതിരിക്കുക. Thank you for watching this video.